എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ചിലരുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. പുരുഷന്മാർ എല്ലാവരും കേൾക്കേണ്ടതാണ്. ഇതുപോലുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവും കൂടി എല്ലാവർക്കും വേണം. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത്കുമാറാണ്. ഈ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായിട്ട് രേഖപ്പെടുത്തൂ. ഞാൻ സന്ദീപ് എന്ന് പറയുന്ന ഒരു പ്ലസ് ടു അധ്യാപകനോട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു സംസാരിച്ചു 1-2 പ്രാവശ്യം സംസാരിച്ചു. എന്നെ ഈ കേസെന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് വാങ്ങിത്തരാൻ എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ഒരുപാട് കേസിൽ ഓരോ ദിവസവും ഇടപെടുന്നുണ്ട്, ഒത്തിരി കേസുകളിൽ ഇടപെടുന്നുണ്ട്. ഇന്നലെ 2 കേസ് നമ്മൾ തീർപ്പാക്കി കൊടുത്തു. അത് ഡിവോഴ്സ് കേസല്ല, വേറെ ക്യാഷിൻ്റെ ഇടപാടുകളൊക്കെ. അപ്പോൾ പ്രശ്നങ്ങളില്ലാതെ പരിഹരിച്ച് പോവുക എന്നുള്ള നിലപാടിൽ ഞാൻ ഒരുപാട് കേസിൽ ഇടപെടുന്നുണ്ട്. അത് ഭൂരിഭാഗവും വിജയിക്കുന്നുണ്ട്, 99% വിജയിക്കുന്നുണ്ട്. അപൂർവമായിട്ട് 1-2 കേസുകൾ മാത്രമേ നടക്കാതെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് 2 അധ്യാപകൻ, സന്ദീപ് എന്നാണ് പേര്, പുള്ളിക്കാരൻ പ്രണയ വിവാഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിച്ചു കൊണ്ടിരുന്ന കുട്ടിയെ, വിദ്യാർത്ഥിനിയെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അങ്ങനെ വിവാഹം കഴിഞ്ഞു. വീട്ടുകാരുടെ എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെയാണ് കേട്ടോ, ഇല്ലാതെ ഇയാൾ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വിവാഹം കഴിച്ചു. അവർ ഒരുമിച്ച് ഒരു 3-4 വർഷമായിപ്പോൾ. അപ്പോൾ ഇടയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സന്ദീപനെന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗിയെ പോലെയാണ്. ഈ എന്താ പറയുക, അമിതമായിട്ടുള്ള ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥന വേണം. പക്ഷേ ഇത് ആ രീതിയിലുള്ള പ്രാർത്ഥനയല്ല. അതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തിട്ട് തന്നു. വീഡിയോ ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒരു നിമിഷം പോലും ഇയാളുടെ കൂടെ ഒരു പെൺകുട്ടിയെ വിടില്ല, അങ്ങനെയുള്ള ഒരു കുറച്ച്. അപ്പം അദ്ദേഹത്തെ ഞാൻ പേര് പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ തേജോവധം ചെയ്യുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഇദ്ദേഹം മാനസിക ചികിത്സ തേടിയിട്ടുള്ള ആളുമാണ് 2-3 പ്രാവശ്യം. അപ്പോൾ എന്തായാലും ഈ പെൺകുട്ടിയുമായിട്ടുള്ള ഡിവോഴ്സിന് വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ അമ്മയാണ് എന്നെ സമീപിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം സന്ദീപിൻ്റെ നമ്പർ വാങ്ങിച്ചു, സന്ദീപിനോട് സംസാരിച്ചു. വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് പെൺകുട്ടിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പെൺകുട്ടിയുടെ നമ്പർ വാങ്ങി പെൺകുട്ടിയോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ സന്ദീപിലേക്ക് വന്നു, സന്ദീപിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ നിലവിൽ കോടതിയിലാണ് ആ കേസ്. കോടതിയിലാണെങ്കിലും ഇവിടെ എന്താ പറയുക, കൗൺസിലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവർ 14 പവൻ്റെ സ്വർണം കിട്ടണം, പിന്നെ ഈ പെൺകുട്ടി ഗാർഹിക പീഡനം അനുഭവിച്ചിട്ടും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം റിമാൻഡിൽ പോകാനുള്ള എല്ലാ സാഹചര്യവും ഉള്ളൊരു കേസാണിത്. റിമാൻഡ് പോകാനുള്ള ഈ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം റിമാൻഡ് പോകും. പക്ഷേ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു കൗണ്ടർ കേസ് കൊടുക്കാം. ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കൗണ്ടർ കേസ് കൊടുക്കാം എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഈ വക കാര്യങ്ങളിൽ ഇന്ന് നീതി പുരുഷന് കിട്ടിയിട്ടുണ്ടോ? ഇവിടെ ഞാൻ ഇടനില നിന്നു എന്ന് പറഞ്ഞാൽ 1 രൂപയുടെ സാധനം കൊടുക്കണ്ട. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ഒരു പെണ്ണിന് ഭർത്താവിനെ വേണ്ട എങ്കിൽ അവൻ്റെ ഒരു സാധനം പോലും വാങ്ങരുത്. ഇവിടെ ഈ പെൺകുട്ടിയുടെ തന്നെ സ്വർണം വാങ്ങിച്ചവരൊക്കെ ഒരുമിച്ച് വിൽക്കുക എന്നൊക്കെ ചെയ്ത ഒരു കേസാണ്. അപ്പോൾ ഈ സ്വർണത്തിലൊക്കെ ചിലപ്പോൾ കള്ളം കൂടുതൽ പറഞ്ഞിരിക്കാം. കോടതിയിൽ സ്വാഭാവികമായിട്ടും അഡ്വക്കേറ്റ് പറയിക്കുമല്ലോ. അപ്പോൾ ഇവിടെ സന്ദീപ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അഡ്വക്കേറ്റ് പറഞ്ഞു കൗണ്ടർ കേസ് കൊടുക്കാം. ഈ കൗണ്ടർ കേസ് കൊടുത്താൽ എന്താകുമെന്നൊക്കെ നമ്മൾ എത്രയോ കേസുകളിൽ എത്രയോ വർഷങ്ങളോളം ഓരോരുത്തരുടെയും കേസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സന്ദീപിനോട് 100 വട്ടം പറയുന്നു, സന്ദീപ് ഇതൊക്കെ നമുക്ക് ദോഷം ചെയ്യും, താങ്കൾ വിജയിക്കില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടും അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ഞാനിതാ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുക. കാര്യം ഇത് ഞാൻ ഇടപെട്ട ഒരു കേസ്. ഇനി ഇയാൾ ജയിലിൽ പോകേണ്ടി വരും. ഒരുപക്ഷെ മാനസികമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത് കൊണ്ട് ചിലപ്പം അങ്ങോട്ടായിരിക്കാം കോടതിയിലപ്പോൾ പറഞ്ഞു വിടുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഡിവോഴ്സ് കൊടുക്കും. എന്തായാലും കോടതി ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഡിവോഴ്സ് കൊടുക്കുന്നുള്ള ഉറപ്പാണ്. അതിൻ്റെ കൂടെ ഈ സ്വർണവും ഞാനിതെല്ലാം ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ സ്വർണവും മറ്റുള്ള ഈ ഗാർഹിക പീഡന കേസ്, ഇങ്ങനെയുള്ള പല കേസുകൾ എത്ര വർഷങ്ങളോളം ഇനി കേസ് പറഞ്ഞാലും തീരില്ല. ആ പെൺകുട്ടിക്ക് ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും ഇതെല്ലാം കൂടി ഹാജരാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. വർഷങ്ങളോളം കേസ് പറഞ്ഞ് നടക്കുവാനാണ് എല്ലാവർക്കും താല്പര്യം.
അത് എല്ലാവർക്കും അല്ല, ഓരോരുത്തർ വന്ന് ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് തീർത്തു തരുമെന്ന് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് എന്നോട് വന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു കേസ് തീർപ്പാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ട് ഇയാൾക്ക്, ഈ സന്ദീപ് എന്ന് പറയുന്ന +2 അധ്യാപകന് തലയിൽ ആളതാമസമില്ല, തലയിൽ കയറുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് ഭയങ്കരധികം വിഷമമുണ്ടായി. കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വേട്ടാവാളിയന്മാർ പറയാതിരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരല്പം ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ അത് തീർത്ത് അവരവരുടെ കാര്യങ്ങൾ നോക്കി, അല്ലേ? എൻ്റെ ഫാമിലിയിൽ ഞാനാണ് ഡിവോഴ്സ് മുന്നിട്ട് ഇറങ്ങി ഡിവോഴ്സ് വാങ്ങിച്ച് ആളാണ് ഞാൻ, മനസ്സിലായില്ലേ? എൻ്റെ ഭാര്യ പിന്നീട് അത് പറയുകയും ചെയ്തു, അവളെ പറ്റിച്ച് ഞാൻ ഡിവോഴ്സ് വാങ്ങിയെന്ന്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള സേഫ്റ്റി നോക്കി ഊരി പോരുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ ഇനിയിപ്പോൾ അവർക്ക് ഇനി കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇനി പല പല കേസുകൾ ഇയാൾക്കെതിരെ ഈ വീഡിയോസും കാണിച്ചു വെച്ചിട്ട് ഇഷ്ടം മാതിരി കേസുകൾ ഫയൽ ചെയ്യാൻ പറ്റും. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ പരാജയപ്പെടുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ജയിലിൽ പോകുമെന്നുള്ളത് ഉറപ്പാണ്, അല്ലെങ്കിൽ പ്രാന്താശുപത്രിയിൽ കൊണ്ടിടും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഇത് വരാതിരിക്കുവാനാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഭൂരിഭാഗം പേരും ഇങ്ങനത്തെ ഇത് ഇയാളെ പോലെ അല്ല. പക്ഷേ ഒരിക്കലും കേസുമായിട്ട് അധികം മുന്നോട്ട് പോകാതെ അതിൽ നിന്ന് തടി ഊരി മറ്റുള്ള മാർഗങ്ങൾ സ്വീകരിക്കൂ. നിങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കണമെങ്കിൽ വേറെ ഒരു വിവാഹം കഴിക്കൂ, അതല്ലേ നല്ലത്. യോജിച്ചു പോകാൻ പറ്റാത്തൊരു പെൺകുട്ടിയുമായിട്ട് പിന്നെയും പോകേണ്ട കാര്യമുണ്ടോ? ഈ പെൺകുട്ടി എന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം ഇയാൾ ഇനി ഞാൻ നോർമലായിട്ട് നല്ല രീതിയിൽ പൊക്കോളാമെന്നൊക്കെ പറഞ്ഞ് 2-3 പ്രാവശ്യം ഇയാളുടെ കൂടെ പോവുകയും പിന്നീട് അത് നടക്കാതെ വരികയും വീണ്ടും അങ്ങനെ ഇനി ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞ് പിരിയുകയും ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് നടക്കുമെന്ന് അറിയാൻ പാടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുവാനും ഇങ്ങനെയുള്ള കേസുകൾ ഇത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ ന്യായം നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഏതൊരു കേസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ പുരുഷൻ്റെ ഭാഗത്താണെങ്കിലും ഈ പെൺകുട്ടിയുടെ അമ്മ എപ്പോഴോ രോഷത്തോടു കൂടി എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അയാളുടെ ഭാഗത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഒരുപക്ഷെ മനസ്സിലാവും ഞാൻ അയാളുടെ ഭാഗത്തും ഈ പെൺകുട്ടിയുടെ ഭാഗത്തുമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം അതിൽ നീതിയുക്തമായിരിക്കണം. ആരുടെ ഭാഗത്താണോ തെറ്റ് അവർ അത് പറഞ്ഞ് നമ്മൾ സോൾവ് ചെയ്യുക. കാര്യം പ്രത്യേകിച്ച് ഞാൻ പുരുഷന്മാരുടെ സംഘടനയുടെ ആളാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ഒരു തട്ടുകേട് വരാതിരിക്കാനേ ഞാൻ നോക്കൂ. അങ്ങനെ നോക്കുമ്പോൾ മറ്റാരേക്കാളും കൂടുതൽ അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഞാൻ ആ പക്ഷത്ത് നിന്നിട്ടാണെങ്കിലും അത് സോൾവ് ചെയ്യാനാണ് നോക്കി. ഇപ്പോൾ ഈ സന്ദീപ് എന്ന് പറയുന്ന വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ഇവർക്ക് പലർക്കും എന്താ പറയുക, ആ മേഖലയിൽ വിവരം ഉണ്ടായിരിക്കാം, മറ്റുള്ള മേഖലകളിൽ വിവരമില്ല. ഒരു അഡ്വക്കേറ്റ് പറയുന്നു നമുക്ക് കൗണ്ടർ കേസ് കൊടുക്കാം, നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അതും നമ്പിക്കൊണ്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ടായിരിക്കാം ആ അഡ്വക്കേറ്റും പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് കൗണ്ടർ കേസ് കൊടുക്കാം. കാര്യം ഇദ്ദേഹം ഒതുങ്ങുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹവും പറഞ്ഞത്. കാര്യം അല്ലെങ്കിൽ ഈ കേസ് ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാര്യം ഇത് ആദ്യപടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വിജയിക്കില്ല, ഒരിക്കലും വിജയിക്കില്ല. കാര്യം അത്രത്തോളം ഇയാളുടെ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അതിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു മാനസിക രോഗി തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും കോടതി പെൺകുട്ടിയെ പറഞ്ഞ് ഇയാളുടെ കൂടെ വിടില്ല, ഡിവോഴ്സ് കൊടുക്കുമെന്നുള്ള ഉറപ്പാണ്. എക്സ്പെർട്ട് വിധിയാവും, ഒരു മാറ്റമില്ല. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇദ്ദേഹത്തിന് ഇനി ഒരു തട്ടുകേട് വന്നാൽ, കോടതി ജയിലിലോ വല്ലതും പോയിട്ട് വന്നാൽ ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളത് അത് എല്ലാവരും അറിയണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു. ഇന്നലെ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തിട്ടുമില്ല. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ.